ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മത്തങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. മത്തങ്ങ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഉണ്ടാക്കൂന്നേ. ഒരിക്കലും നിങ്ങൾ മത്തങ്ങ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെയേ വെക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതേ, ഞാൻ മത്തങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് വേണ്ട, ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഇനിയിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ ഇല്ല, ഒരു 350 ml തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പം ഞാൻ മത്തങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുവാണ്. ഇതിൻ്റെ തൊലിയോടുകൂടി ഇടുന്നതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മത്തങ്ങ ഇച്ചിരി മൂത്തതായതുകൊണ്ടാണ് ഞാൻ തൊലി എടുക്കാത്തത്. അപ്പോൾ അതേ, ഞാൻ അതിൻ്റെ എടുത്ത മത്തങ്ങയുടെ പകുതിയാണ് എടുത്തിരുന്നത്. അത് നന്നായിട്ട് കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ മത്തങ്ങ വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മത്തങ്ങയുടെ ചെറുതായിട്ടൊന്ന് നെകന്ന് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. വെന്തിട്ട് വേണം നമുക്ക് ബാക്കി അരപ്പൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ അതേ, നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇനി ഇത് വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ്. നല്ല ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കടുകാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കടുക് സാധാരണ മോര് കറിക്ക് അരയ്ക്കാറില്ലല്ലോ, പച്ചടിക്കൊക്കെ അല്ലേന്ന്. എന്നാൽ കുറച്ച് കടുക് അരച്ച് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി അരപ്പിനുള്ള ഉപ്പ്. നമ്മൾ മത്തങ്ങയ്ക്കുള്ള ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഇനിയിപ്പം മോര് കറിക്ക് ഫുള്ളായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ മത്തങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അതിലേക്ക് മത്തങ്ങയിലേക്ക് അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തു. കുറച്ച് ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് വേവട്ടെ. ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കും. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. ഞാനൊരു 5-6 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് മോരുകറി ഉണ്ടാക്കുന്നത്. എനിക്ക് മത്തങ്ങയിട്ട് മോരുകറി വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ദേ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചായിരുന്നു. അത് ദേ നമ്മുടെ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പം തന്നെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം. ഫ്ലെയിം തീരെ കുറച്ച് വേണേ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി വെച്ചിട്ടേ ഉള്ളൂ, ഫ്ലെയിം ഇല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന തൈരിന് കുറച്ച് പുളിയൊക്കെ കൂടുതലാണെങ്കിൽ അതിലേക്ക് ഒരു 2 നുള്ളു പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ പുളിയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കുകയെ. ഞാൻ എടുത്തിരിക്കുന്ന തൈരിന് അത്ര പുളിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിതൊന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ മോരുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടിയിലായതുകൊണ്ട് ചട്ടിയിലെ ചൂടുകൊണ്ട് തന്നെ മോര് ചൂടായിക്കോളും. അതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തോളാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ കടുകും ഉലുവയും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. കടുക് പൊട്ടിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ചെറിയുള്ളി ഇട്ട് കൊടുത്തു. പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം, എന്നാലാണ് ടേസ്റ്റ്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റെഡി ആയിരിക്കുന്ന മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുക, മത്തങ്ങ വെച്ച് നിങ്ങൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ടും വന്ന് കമൻറ്റും ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം.
ഓക്കെ, താങ്ക് യു.